കാര്യങ്ങൾ ഓർപ്പിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ സമയത്തിൻ്റെ ചുരുക്കത്താൽ ഞാൻ അതിലേക്ക് തുനിയുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിച്ച ഒരു ഭവനമാണ് പ്രിയ സഹോദരൻ തോംസൻ്റേത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയ പൈതൽ സ്റ്റെഫി ആ നിലയിൽ തികഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആ നിലയിൽ വളർന്ന ഒരു പൈതലാണ്. അതുപോലെ തന്നെ പ്രിയ പൈതൽ ബ്ലസ്സിയെക്കുറിച്ചും ഞാനിവിടെ കേട്ടത് ആ നിലയിൽ വളർന്ന ഒരു പൈതലാണെന്ന്. അങ്ങനെ ആ നിലയിൽ വളർത്തപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതം അഥവാ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇവിടെ നടന്ന വചന ശുശ്രൂഷയുടെ യജ്ഞച്ചുരുക്കം എന്നുള്ള നിലയിലും 40 വർഷത്തെ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ അനുഭവം എന്നുള്ള നിലയിലും 3 വാചകത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ആശംസയായി ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക. ജ്ഞാനിയായ പൗലോസ് ശലോമോൻ പറയുന്നത് പോലെ മുപ്പിരിച്ചരട് ഏറെ അറ്റുപോകയില്ല എന്ന് പറയുന്ന പ്രകാരം 2 പിരികളാകുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോടുകൂടെ അടുത്ത പിരിയായി നമ്മുടെ കർത്താവിനെ കൂടെ ചേർത്ത് നിങ്ങളുടെ കുടുംബജീവിതം നെയ്തെടുത്ത് മുമ്പോട്ട് പോകുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. എക്സോപ്പിയ ഇന്ത്യയുടെ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എന്നോടൊപ്പം എക്സോപ്പിയയുടെ എല്ലാ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും നിങ്ങളോട് അവരുടേതായ അനുമോദനങ്ങൾ ഈ സമയം ഞാൻ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ സഹോദരന്മാർ 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ ശുശ്രൂഷയെ ആസ്വദിച്ച കർത്താവിൽ പ്രസിദ്ധനായ കർത്തൃദാസൻ ഡോക്ടർ ബാബു ജോർജ് അധ്യക്ഷത അലങ്കരിക്കുന്ന കർത്തൃദാസൻ, മറ്റ് വേദിയിലായിരിക്കുന്ന ഓഡിയൻസിലായിരിക്കുന്ന എല്ലാ ദിവ്യദാസന്മാർക്കും വന്ദനം പറയുന്നു. കർത്താവിൻ്റെ ദാസൻ തോമസൻ കുടുംബവുമായി വർഷങ്ങളുടെ വ്യക്തി ബന്ധങ്ങൾ എനിക്കുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആയതുപോലെ തന്നെ ബ്ലസ്സിയുടെ കുടുംബവുമായിട്ടും പ്രത്യേകിച്ച് വല്യപ്പച്ചൻ ആയിട്ട് വളരെ അടുത്ത് ഇടപഴകുവാൻ ഏതാണ്ട് 30-ലധികം വർഷമായി എറണാകുളത്ത് പാലാരിപുരത്തിനടുത്ത് താമസിക്കുന്ന എനിക്ക് ബന്ധം പുലർത്തി ജീവിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. 2 ആത്മീയ പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന 2 കുഞ്ഞുങ്ങൾ തമ്മിൽ ഇന്ന് പകൽ ഹസ്തദാനത്താലും ഉഭയസമ്മതത്താലും യോജിക്കപ്പെടുവാൻ ഇടയായി. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ തോമസൺ കുടുംബവുമായിട്ടുള്ള ദീർഘവർഷങ്ങളുടെ വ്യക്തിബന്ധം കുറെ കൂടെ അരക്കിട്ടുറപ്പിക്കുവാൻ ഇടയായി തീർന്ന എൻ്റെ സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KS ജോണിൻ്റെ മൂത്ത മകളാണ് തോമസന്റെ മൂത്ത മകൻ വിവാഹം കഴിച്ച പ്രൈസ്. ആ നിലയിൽ ഞങ്ങളുടെ കുടുംബ ബന്ധം കുറെ കൂടെ അടുക്കുവാനിടയായി. ദൈവദാസൻ വിദേശത്ത് അമേരിക്കയിലായിരിക്കുന്ന നിമിത്തം ഇന്നിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. വിശേഷാൽ ആ ദൈവദാസന്റെ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. വീണ്ടും പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളാം. അസംബ്ലീസ് ബോർഡ് സമൂഹത്തിൽ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയമനുവദിച്ച ദൈവദാസന് നന്ദി പറയുന്നു. സ്റ്റെഫിയുടെ മദറിന്റെ അനുജത്തിയുടെ ഭർത്താവ് ഈ വിവാഹത്തിന് വേണ്ടി മാത്രം സമയം ചില ദിവസങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് വരുവാനിടയായി. 16-ാം തീയതി അദ്ദേഹം മടങ്ങി വീണ്ടും പോകുന്നു. ബ്രദർ കൊച്ചുമോൻ വർഗീസ് മുന്നോട്ട് വന്ന ആശംസയായി ചില വാക്കുകൾ പറയുവാൻ അനന്തരമായി സ്റ്റെഫിയുടെ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ന്യൂ ലൈഫ് ബൈബിൾ കോളേജിൽ ചെറുവക്കൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന ദേവദാസൻ പാസ്റ്റർ എന്നെ ശൗലുകുട്ടി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വർഗീസ് കൊച്ചുമ്മൻ. ഞാൻ സ്റ്റെഫിയുടെ മമ്മിയുടെ അനുജത്തിയെ വിവാഹം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 21 വർഷമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ടെക്സസ് സംസ്ഥാനത്ത് ഹൂസ്റ്റൺ പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് ഇമ്മാനുവേൽ അസംബ്ലി ഓഫ് ഗോഡ്സ് ചർച്ചിൻ്റെ സഭാംഗമായി അതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി അവിടെ ജീവിക്കുന്നു. ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് 3 കാരണങ്ങളാണ് എൻ്റെ മുന്നിൽ കണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ചത്തെ അവധിക്ക് വേണ്ടി ഞാൻ ഇവിടെ കടന്നു വന്നത്. ഒന്ന്, ഒരു 35-40 വർഷത്തിന് മുമ്പ് കാർഷിക വൃത്തി ചെയ്ത് ഉപജീവനം നയിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആ ഭവനത്തിലെ മൂത്ത മകളായ ലീലാമ്മ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നുപോയെടുത്ത് അവിടെ പോയി പഠിച്ചത് മാത്രമല്ല, ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി നേഴ്സിംഗ് വിദ്യാഭ്യാസം അവർ പഠിച്ചത് പൂർത്തിയാക്കി
അവരെല്ലാം ഇന്ന് അമേരിക്കയിലും മധ്യപൂർവ പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുവാനും അതോടൊപ്പം തന്നെ കർത്താവിനെ സേവിക്കുവാനും അങ്ങനെയുള്ള ഒരു മുഖാന്തരം, ഒരു ത്യാഗം ഈ സ്റ്റെഫിയുടെ മമ്മി ചെയ്തതോർത്ത് അതൊരു കാരണമാണ്. 2, എൻ്റെ വിവാഹം 1986 നടക്കുമ്പോൾ ഇവരുടെ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാവരും പേർഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ആ വിവാഹവും ഒരു ചെറിയ നോട്ടീസ് കൊടുത്ത് ഒരാഴ്ചത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നത്. ആ കുടുംബത്തിൽ നിന്ന് ആർക്കും അന്ന് വരാൻ സൗകര്യമില്ലായിരുന്നു. എന്നാൽ ഈ പ്രിയപ്പെട്ട ഭവനം മസ്കറ്റിൽ നിന്ന് അവധിയെടുത്ത് ഈ കുഞ്ഞുച്ചാനും ഈ ലീലാമാമയും, അന്ന് സ്റ്റാൻലി വളരെ ചെറുപ്പമായിരുന്നു, സ്റ്റെഫിയെ അന്ന് ഫുൾ ടൈം പ്രഗ്നന്റ് ആയിട്ടാണ് അവർ വന്നത്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റെഫിയെ പ്രസവിച്ചു. അന്ന് എൻ്റെ വിവാഹം കൊല്ലം AG ചർച്ചിൽ വെച്ചാണ് നടന്നത്. അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്നപ്പോൾ ഇവർ പറഞ്ഞു, ആരോണ്ടോട് പറയുന്നത് ഞാൻ കേട്ടു, ഇത് ആനിയുടെയും രാജുവിൻ്റെയും കല്യാണമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അതേ നാണയത്തിന്റെ മറുവശത്ത് നിന്നുകൊണ്ട് 28 വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ പറയുന്നു, ഇത് തോംസന്റെയും ലീലാമ്മയുടെയും മകൻ സ്റ്റെഫിയുടെ വിവാഹമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ത്യാഗം സഹിച്ച്, ഒരുപാട് പൈസ ടിക്കറ്റിന് കൊടുത്തു കേട്ടോ, എല്ലാം സഹിച്ച് ഈ വിവാഹത്തിനായിട്ട് കടന്നു വന്നത്. ഇന്ന് അമേരിക്കയിലും പേർഷ്യയിലും പാർക്കുന്ന സഹോദരങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് ഈ കല്യാണത്തിന് പോകുന്നു? അവരെല്ലാം പറഞ്ഞു, ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് നടക്കുന്ന കല്യാണത്തിന് എങ്ങനെ പോകും, ആരവധി തരും? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവധി കിട്ടുകയാണെങ്കിൽ ഞാൻ പോവുകയാണ്. എനിക്ക് ഒരാഴ്ചത്തെ അവധി തന്നു. ഞാൻ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഇവരുടെ വിവാഹം കാണുവാനും ഇതിൽ പങ്കെടുക്കുവാനും എനിക്കിങ്ങനെ നല്ല ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ നീട്ടുന്നില്ല. സ്റ്റെഫിയുടെ അവന് നല്ല ഒരു പൈതലാണ്. ബ്ലെസ്സിയെ കാണുവാനും ഇങ്ങനെ പരിചയപ്പെടുവാനും ഇടയായി തീർന്നു. I want to say these words in English so that they are live casting this program, so that our children who do not speak English and do not speak Malayalam and who do not understand Malayalam, they will be able to understand what I am saying. May the Lord, I am going to give them the greetings and my congratulations. May the Lord richly and blessedly bless them. May the Lord lavish and smother his choicest blessings upon this couple. May the Lord shine his face upon them. May the Lord give them peace and joy in their life. Hallelujah. May the Lord bless them with all the spiritual blessings in the heavenly places. And may the Lord bless them with all the material blessings in this world. And may the Lord bless their generation. And I want to exhort this young couple, continue and follow the good legacy that is being set forth for you by your parents. Hallelujah. And on behalf of my family and 2 families in America, Steffi's one of Auntie Kunjunuti and family in San Antonio, Texas, and my family in Houston, Texas, and Shanoy and family in Muscat, Oman, and Denny and family in Dubai, and also Johnny Gudichan, the brother of Abraham Thompson. And on behalf of all of them, I congratulate them, and may the Lord richly bless you. Remember, Steffi and Blessy, you are a precious and honorable vessels chosen by God, as stated by Pastor Babu Jordan. Thank you. ആശംസകൾ പറയുന്നതിന് വളരെ ദൈവദാസന്മാരുണ്ട്. അഭ്യുദയകാംക്ഷികളായിട്ട് ഭവനത്തോട് ബന്ധത്തിൽ സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ദയവായിട്ട് ബാക്കിയുള്ള ദൈവദാസന്മാർ ക്ഷമയോടെ ആയിരിക്കണം, ക്ഷമിക്കണം എന്നുകൂടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഓട്ടോ താങ്ക്സ് സ്റ്റെഫിയുടെ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ പാസ്റ്റർ എൻ എ ശമലുകുട്ടി നോ ലൈഫ് ബൈബിൾ കോളേജിൽ ചെറുവക്കൽ അധ്യാപകനായി ശുശ്രൂഷിക്കുന്നു. വലിയല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ആര്യപ്പിയിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ മംഗളങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നവ കുടുംബത്തിൻ്റെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ എന്നെ ചമൽ. ദൈവത്തിന് മഹത്വം. ആദ്യമായി ഈ വിവാഹ ശുശ്രൂഷ മംഗളമായി നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് ഞാൻ എൻ്റെ നന്ദിയും നമ്മുടെ എല്ലാവരുടെയും നന്ദിയും മഹത്വവും ഈ സമയം ഞാൻ അർപ്പിക്കുകയാണ്. അടുത്തതായി ഇതിൻ്റെ ചെയർമാൻഷിപ്പ് വഹിച്ച പാസ്റ്റർ
രാജു ജോർജ് അവരുകളോടുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയം ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് അവരുകൾ കർത്തൃ ശുശ്രൂഷയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇവിടെ കടന്നു വന്ന് ഈ വിവാഹ ശുശ്രൂഷ നന്നായി ഭംഗിയായി നടത്തുകയും എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകുകയും ചെയ്ത വിലപ്പെട്ട ശുശ്രൂഷയ്ക്കായി ഈ സമയം ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർ, സെക്ഷൻ പ്രസ്പിറ്റർ, അതുപോലെയുള്ള വിശിഷ്ട അതിഥികളായിരിക്കുന്ന എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. അതിനായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകി തന്ന വധുവിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന ജോൺസൺ തലകൻ അവരുകളെ ഞാൻ ഈ സമയം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബന്ധുമിത്താതെ, അതുപോലെ തന്നെ രക്തബന്ധത്തിലുള്ളവർ, അയൽക്കാർ, വിവിധ സ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, അതുപോലെ തന്നെ ഒമാൻ ബന്ദിക്കോസ് അസംബ്ലിയിൽ നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, അതുപോലെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്ന് ഇത് മംഗളമാക്കി തീർത്ത എല്ലാവരോടും ഉള്ള എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇവിടെ കടന്നു വന്ന് ബന്ധപ്പെട്ട എല്ലാവരുടെയും നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ വരനോടും കൂടെ ഉണ്ടായിരുന്ന് അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യകരമാക്കി തീർക്കുവാൻ ദൈവം സർവ്വവിധമായ മംഗളങ്ങളും അവരുടെ മേൽ ദൈവം പകരട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പുതിയ കുടുംബത്തിന് അസംബ്ലീസ് ഓഫ് ഗോഡ് വലിയല സഭയുടെ ഒരു ഉപകാരം ഈ സെക്ഷന്റെ കമ്മിറ്റി മെമ്പറും വലിയല സഭയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ടി ടി ജോർജ് മുന്നോട്ട് വേഗത്തിൽ വന്ന് ഈ ഉപകാരം പൊതുകുടുംബത്തിന് നൽകുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വിവാഹ ജീവിതത്തിൽ കൂടെ ഒരു കുടുംബം കൂടെ ഈ ലോകത്തൊഴിലെടുക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകി. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയ്ക്ക് അവരൊരു മുതൽക്കൂട്ടായി തീരട്ടെ. ഞങ്ങളുടെ സഭയുടെ എല്ലാവിധമായ ആശംസ വാക്കുകളും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് ഏർപ്പെട്ട നവദമ്പതികൾക്ക് വലിയ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പേരിൽ അറിയിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ഉപകാരം അവർക്ക് കൈമാറുവാനും ഞാൻ ഈ സമയം വിനിയോഗിക്കും. ഈ അവസരത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്റെ സീനിയർ പാസ്റ്റർ പിതാവ് എന്ന നിലയിൽ ശുശ്രൂഷിച്ചു വരുന്ന ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ C.I. പാപ്പച്ചൻ, ഈ സഭയുടെ മുൻ ശുശ്രൂഷകൻ, അദ്ദേഹം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് ആശീർവാദം പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോകാവുന്നതാണ്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ദൈവദാസന്മാരുടെയും ജനത്തിൻ്റെയും മധ്യേ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിച്ച് കുടുംബമാകുവാൻ ഇടയാക്കിയത് കൊണ്ടോ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. പുതിയ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. വചനം സംസാരിച്ചതിൻ്റെ ദാസനെ അനുഗ്രഹിക്കണമേ. കേട്ട ജീവിതങ്ങൾ തങ്ങളെ തന്നെ വചനത്തിൻ്റെ മുമ്പിൽ താഴ്ത്തുവാനിടയാക്കിക്കാട്ടെ. വിവാഹ ശുശ്രൂഷ നടത്തിയതിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാമേന് ആവശ്യമായ കൃപ കൊടുത്തല്ലോ. തിരുനാമം മഹത്വപ്പെടുവാൻ്റെ കൊണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായിരുന്ന എല്ലാ നിന്റെ ദാസന്മാർക്കായി സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാര് എല്ലാവരുടെ മേലും ദൈവകൃപ ഇന്ന് പകൽക്കാലം പകരണമേ. ഇന്ന് ഞങ്ങൾ അന്യോന്യം പിരിയുന്നവരാണ്. പിരിയാത്തവനായ ദൈവം ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച് മഹത്വമെടുക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യാം.
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മയും നവദമ്പതികളോടും ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും ഇന്നു മുതൽ നീക്കും അവിടുത്തെ വരോളം ഇരിക്കണമേ. ആമേൻ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റിസപ്ഷൻ താഴെയാണ്. വധുഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനരായ ദൈവദാസന്മാരും കൂടെ വന്നിട്ടുള്ള ആദരണീയരായ ദൈവമക്കളും പ്രിയപ്പെട്ടവരും ആദ്യം ഇരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം ഇവിടെ വരന്റെ ഗൃഹത്തിൽ നിന്നുള്ളവര്. അതുകൊണ്ട് വളരെ വേഗം ആ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതാണ്. താഴെ വെച്ചാണ് മറ്റേതര കാര്യങ്ങൾ ചെയ്യാനുള്ളത്. വേഗത്തിൽ അവിടേക്ക് പോകാവുന്നതാണ്.